പ്രേക്ഷകർ നമ്മൾ കൊട്ടാരക്കരയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊട്ടാരക്കര നമുക്ക് ഗണപതി ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകണം. അവിടെ നമുക്ക് നല്ല ഉണ്ണിയപ്പൊക്കെ കിട്ടും. നമ്മൾ അമ്പലപ്പുഴ പാൽപ്പായസമൊക്കെ കഴിച്ചു. ഇവിടെ ഉണ്ണിയപ്പത്തിന്റെ മധുരം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ഐഷപ്പറ്റി മാം KN ബാലഗോപാലിനെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചാണ് അനുഗ്രഹിച്ചു വിട്ടത്. പക്ഷേ ഇക്കുറി അതേ KN ബാലഗോപാലിന് എതിരായി മത്സരിക്കേണ്ട സാഹചര്യം വന്നു. ആ സാഹചര്യത്തെ തൃപ്തികരമായി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തൃപ്തികരമായി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാനുള്ളത്, പഴയ പാർട്ടിയിൽ വർഷങ്ങളായിട്ട് നിന്നപ്പോൾ നല്ല സ്നേഹമുള്ളവരാണ് താഴത്തെ തട്ടിലുള്ളവർ. അപ്പൊ അത്രയും കാലം നിന്ന പാർട്ടിയെ കുറ്റപ്പെടുത്തി പറയാൻ എന്റെ മനസ്സാദ്യം അനുവദിച്ചില്ല. ഞാൻ അനുഭവിച്ച വേദന പുറത്ത് വിവരിക്കാൻ പറ്റാത്തതാണ്. അത് മിണ്ടാതിരുന്നിട്ട് ഞാൻ എന്റെ കുറ്റമാക്കി മാറ്റി എന്നുള്ളതാണ് സത്യം. കാല് വയ്യാതെ ബാലഗോപാൽ എന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് മന്ത്രിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോയപ്പോ കാലിനൊക്കെ ഒരു പ്രശ്നം വന്നിരുന്നു. അനുഗ്രഹിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർ തന്നെ കൈരളി ചാനലിന്റെ ആള് വന്നിട്ട് അദ്ദേഹത്തെ ഒന്ന് അനുഗ്രഹിക്കാമോ എന്ന് ചോദിച്ചപ്പോ എനിക്ക് എത്തത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞാ പിന്നെ കുനിഞ്ഞു നിന്നാ തലയിലോട്ട് കൈവയ്ക്കാം. അപ്പൊ അങ്ങനെ തലയെ കൈവച്ച് അനുഗ്രഹിപ്പിച്ചത് അവര് തന്നെയാണ്. അത് ഫോട്ടോ എടുത്തത് മാർക്കറ്റ് ചെയ്ത് വോട്ട് പിടിക്കാനായിട്ട് ഉപയോഗിച്ചു. നമുക്ക് ആർക്ക് അനുഗ്രഹിക്കുന്ന നല്ല സന്തോഷമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് വേണ്ടി നല്ല പോലെ വർക്ക് ചെയ്ത ഒരാളാണ്. എന്നോട് ചോദിച്ച ചോദ്യം, അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ട് ഇപ്പൊ എതിരെ മത്സരിക്കാൻ വന്നല്ലേ? അതിന്റെ സാഹചര്യം എന്താന്ന് വെച്ചാൽ, അദ്ദേഹം മത്സരിക്കാൻ വന്നപ്പോ നാച്ചുറലി അത് ശരിയാണ്. 3 തവണ നിന്ന് ഞാൻ മാറണമല്ലോ. ഞാൻ അല്ലെങ്കിൽ തന്നെ പറഞ്ഞിരുന്നു ഇനി പുതിയ ആളാണ് വരുന്നതെന്ന്. അപ്പൊ വന്നു, അദ്ദേഹത്തിന് വേണ്ടി അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ ഒരു കാര്യമല്ലേ ഇലക്ഷന്റെ. അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു, ചെയ്തു കൊടുത്തു. അത് കോട്ടാത്തല വെച്ചാണ് ചെയ്തിട്ടുള്ളത്, കോട്ടാത്തല സുരേന്ദ്രന്റെ അവിടെ. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തു. എനിക്ക് വോട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ഈ മണ്ഡലം മുഴുവൻ പ്രവർത്തിച്ചു. ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ് നന്നായി ജയിപ്പിച്ചു വിടണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി എന്റെ വീട്ടിൽ വെച്ചൊരു വീഡിയോ ഇട്ട് കൊടുത്തു. അനിയനെ പോലെ ആണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ട്രെയിനിങ്ങും തരുമല്ലോ. അനിയനെ പോലെ ആണെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ അങ്ങനെ അല്ല എന്നുള്ളത് എന്റെ അനുഭവം വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് ഞാൻ പക്ഷെ പബ്ലിക്കിനോടോ പുറത്തേക്കോ മിണ്ടാതെ ഇത്രയും നാൾ കഴിച്ചുകൂട്ടി. പക്ഷെ ഞാൻ അനുഭവിച്ച വേദന എനിക്കേ അറിയുള്ളൂ. സൈഡ് ലൈനിങ് ആയിരുന്നു എന്നും ചെയ്തുകൊണ്ട്. ഞാൻ പറയട്ടെ, ആ ജയിച്ചു കഴിഞ്ഞു, മന്ത്രിയായി വന്നു, ഞാൻ കൂടെ ചെന്നു, ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എല്ലായിടത്തും എത്തിയിട്ട് പോന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെച്ച നിരവധി പദ്ധതികളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ എല്ലാം പ്രവർത്തനങ്ങൾ വരും വളരെ സജീവമായിട്ട് നിന്നുകൊണ്ടിരുന്ന ഒരാളാണ്. മണ്ഡലത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള കാര്യങ്ങൾ. അപ്പൊ ജയിച്ചു കഴിഞ്ഞപ്പോ മാറിക്കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന്റേതായ ഒരു രീതിയാ. ഇനി ഞാൻ ഈ പബ്ലിക്കിൽ നിന്ന് ഒരു പ്രശ്നം വേറെന്നുള്ളത്, ഞാൻ എവിടെ ചെന്നാലും എന്നും ജനങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴും അങ്ങനെയാ. അപ്പൊ എവിടെ ഞാൻ പോയി നിന്നാലും ആൾക്കാർ ഓടി വരുമ്പോ അദ്ദേഹം കൂടെ അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്റെ അടുത്തേക്കായിരിക്കും ആൾക്കാർ വരിക. ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ഒരു പ്രശ്നമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷെ അതായിരിക്കാം എന്നെ ബാലഗോപാലിന്റെ വ്യക്തി ഈഗോയാണ് കാരണമെന്നാണോ? ഉറപ്പായിട്ടും അതാണ് എനിക്കിപ്പോ മനസ്സിലായിട്ടുള്ളത്. ആദ്യമൊന്നും എനിക്ക് പിടികിട്ടിയില്ല എന്തിനാണ് എന്നെ ഈ പൊതുജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലേക്കും എന്നെ പങ്കെടുപ്പിക്കാതിരിക്കാൻ അവര് പരമാവധി ശ്രമിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ കൊണ്ട് വർക്ക് ചെയ്യിച്ചിട്ട് ഒരു കോർപ്പറേറ്റ് രീതിയിലേക്ക് ആ പാർട്ടിയും ആ എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടുന്ന പാർട്ടി മാറി. യൂസ് ആൻഡ് ത്രോ, അറിവേപ്പില പോലെ. തീർച്ചയായിട്ടും. കാരണം ഇത്രയും നല്ലൊരു ബേസ് ഉണ്ടാക്കി ഒരിക്കലും ജയിക്കാത്ത മണ്ഡലത്തിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി ജയിച്ചു. ഞാൻ ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ഫലമായിട്ട് ഓരോ തവണയും ഇവിടെ എടുത്തു കാണിക്കാവുന്ന 100 കണക്കിന് വികസന പ്രവർത്തനങ്ങൾ MLA മാത്രമായിരുന്നപ്പോൾ ഓരോ 5 വർഷവും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചാൻസിൽ തന്നെ ഒരു ഫയർഫോഴ്സ് ഇല്ലാത്ത മണ്ഡലമായിരുന്നു ഇത്. അതുകൊണ്ടൊന്നു സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നു, കോടതി സമിതി തുടങ്ങി നിരവധി കാര്യങ്ങൾ ജനങ്ങൾക്ക് കാണാൻ തക്ക. ഒരു കാര്യം, ഈ അവഗണന ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പാർട്ടിയിൽ തന്നെ തുടരുമായിരുന്നു. ഇങ്ങനെ അവഗണിച്ചില്ലെങ്കിൽ ഉറപ്പല്ലേ അത് ആരെങ്കിലും പോവോ? അവനവനെ ഒന്ന് അംഗീകരിച്ച്, അല്ലാതെ എന്തെങ്കിലും സ്ഥാനം എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഇത്രയും കാലം പ്രവർത്തിച്ച ഒരാളെ പിന്നെ പബ്ലിക് പ്ലേസ്, ജനങ്ങൾ പങ്കെടുക്കുന്നിടത്ത് ഒരു കാരണവശാലും വേണ്ട പാർട്ടി കമ്മിറ്റി മാത്രം നോക്കിയോളാൻ. പാർട്ടി DC-യിലാക്കി ഏതാണ്ട് എന്തെങ്കിലും കാര്യമാണോ? ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമാണല്ലോ, പക്ഷെ പബ്ലിക്കുമായിട്ട് സമ്പർക്കം വേണ്ട. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് അത് ചിലപ്പോ ബാധിച്ചേക്കുമെന്നുള്ളൊരു ഭയം അദ്ദേഹത്തിന് ഉണ്ടായി. അതാണ് എന്നെ ആ പബ്ലിക് പ്ലേസിൽ നിന്ന് മാറ്റാനെന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്. ഇത് G. സുധാകരന്റെ കാര്യത്തിലും അങ്ങയുടെ കാര്യത്തിലും സംഭവിച്ചത് ഒരേപോലെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും
അദ്ദേഹത്തെ പോലെ ഒരാൾ എപ്പോഴും പ്രസ്ഥാനത്തിന് വേണ്ടി ഞാനും അങ്ങനെയല്ലേ നിന്നിട്ടുള്ളത്. അദ്ദേഹത്തിനെ ഇത്രയും വലിയൊരു നേതാവായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യും, സ്ട്രെയിറ്റ് ആയിട്ട് പോവും, ജനങ്ങളോടൊപ്പം നിൽക്കും, അഴിമതിക്കെതിരെ പോരാടും. അങ്ങനെയുള്ള ഒരാളാണ് സുധാകരൻ. സുധാകരൻ വിളിച്ചിരുന്നോ? തിരിച്ച് അങ്ങോട്ട് വിളിക്കാൻ ശ്രമിച്ചിരുന്നോ? അങ്ങോട്ട് വിളിച്ചിരുന്നു, അത് എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? നല്ല ഡിസിഷനാന്ന് പറഞ്ഞു. പാർട്ടി വിട്ടു. അത് ഇത് എപ്പോഴാണ് വിടുന്ന സമയത്ത് വിളിച്ചു? വിട്ട് കഴിഞ്ഞിട്ട് വിളിച്ചു. അതെ, ജി സുധാകരൻ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഐഷ പോറ്റ് വിളിച്ചിരുന്നു. അതല്ല, ഞാൻ മാറിക്കഴിഞ്ഞിട്ടാണ് ഞാൻ. അതായത് ഐഷ പോറ്റ് മാം തീരുമാനം എടുത്തു കഴിഞ്ഞതിന് ശേഷം. അപ്പൊ ജി സുധാകരൻ പാർട്ടിയിലുണ്ട്. പാർട്ടിയിലുണ്ടെങ്കിലും അദ്ദേഹം വളരെ ആ സമയത്ത് തന്നെ പറഞ്ഞു, പാർട്ടി വിടുന്നതിന് മുമ്പ് തന്നെ നല്ല തീരുമാനമാണെന്ന് പറഞ്ഞു. അല്ല, അദ്ദേഹം എന്നോട് വലിയ സ്നേഹമുള്ള ആളായതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം എന്നെ വഴക്ക് പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിച്ചത്. ഞാൻ തെറ്റല്ല ചെയ്ത് എന്റെ അനുഭവങ്ങൾ പറയാനാണ് ഞാൻ അദ്ദേഹത്തിനോട് വിളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ മാറിയെന്ന് അദ്ദേഹത്തിനോട് പറയാനാണ് ഞാൻ വിളിച്ചത്. അപ്പൊ അത് നല്ല തീരുമാനമാണെന്ന് പറഞ്ഞു. നല്ല തീരുമാനമാണെന്ന് പറഞ്ഞു. ഞാൻ അറിയുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അന്ന് പറഞ്ഞു, അതായത് ജി സുധാകരൻ പാർട്ടിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ആ തീരുമാനം പറഞ്ഞു അല്ലേ? എന്നാ നന്നായി എന്ന് പറഞ്ഞു. കാരണം ഞാൻ അനുഭവിച്ച വേദന എന്താണെന്നുള്ളത് ഞാൻ അദ്ദേഹത്തിനോട് പറയാനാ വിളിച്ചത്. വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ട് തന്നെയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോട് ഇതൊന്ന് പറയാമെന്ന് വെച്ചു. കാരണം എന്നെ ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്ത് പൊതുമണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്തുക, പൊതുവായ ഫംഗ്ഷനുകൾ ജനങ്ങൾ പങ്കെടുക്കുന്നത് മാറ്റി നിർത്തുക. ക്ലിയർ, അതിനകത്ത് ക്ലാരിറ്റി വന്നു. ഞാൻ ഒന്ന് രശ്മിയിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. രശ്മി അറിയാലോ? ഇഷ്ടം പോലെ അറിയാം, എത്ര നാളുകൊണ്ടേ ഞങ്ങൾ കാണുന്നുണ്ട്. രശ്മി ഇക്കുറി അങ്ങേക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത്. CPI ഇരിക്കുമ്പോഴേ എനിക്കറിയാം. രശ്മി പക്ഷേ പാർട്ടി മാറിയില്ലായിരുന്നെങ്കിൽ അങ്ങേക്കൊപ്പം വോട്ട് പിടിക്കാനും കൂടെ ഉണ്ടാവേണ്ട ആളാണ്. അതെന്താ, അത് അവരവരുടെ ഇഷ്ടമല്ലേ, അവനവന്റെ തീരുമാനം. അതൊരിക്കലും വ്യക്തിപരമായ തീരുമാനങ്ങളിൽ നമ്മൾ ഇടപെടും.